ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മേരി ജോർജ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തരമായി സമാഹരിക്കേണ്ട തുക നൽകാനുള്ള, അനുവദിക്കാനുള്ള, കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനുള്ള ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് ഉടൻ കേൾക്കേണ്ടതില്ല, അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര നിലപാട് സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതായത് ഇവിടെ ഒരു ധനപ്രതിസന്ധി, ഏറ്റവും ആശങ്കാജനകമായ തരത്തില് കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കേന്ദ്രത്തിനും കേരളത്തിനും അറിയാം. പക്ഷേ കേന്ദ്രത്തിന്റെ അവഗണന കൊണ്ടല്ല, സംസ്ഥാനത്തിന്റെ കാര്യക്ഷമമായ വരവ് ചെലവ് കർമ്മങ്ങൾ നടത്താത്തത് കൊണ്ടാണ്. അതായത് ആവശ്യത്തിലധികം കടമെടുക്കുക. നമുക്ക് പറഞ്ഞിരിക്കുന്ന സംസ്ഥാനത്തിന് FRBM ആക്ട് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് ബജറ്റിന്റെ GSDPയുടെ 3% കടമെടുക്കാനാണ്. ആ 3% പരിധിയിൽ നിന്ന് കിഫ്ബി വഴി എടുത്ത കടം ഒരു ഭാഗം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ കടം വെട്ടിക്കുറച്ചു എന്ന് പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ അത് CAGയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇങ്ങനെ കടമെടുത്താൽ അത് ആശങ്കാജനകമാണ്, അത് ഒട്ടും എന്താ പറയാ ട്രാൻസ്പെറന്റ് ഇല്ല, അത് ഫ്യൂച്ചറിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് മാത്രവുമല്ല, റിസർവ് ബാങ്കിന്റെ അടുത്ത ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട് പറയുന്നത് എന്താണ്? 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് കടം, സഞ്ചിത കടം GSDP റേഷ്യോ 35-ന് മുകളിൽ പോയത്. അതിലൊന്നാണ് സംസ്ഥാനമായ കേരളം, രണ്ടാമത് വെസ്റ്റ് ബംഗാളിലുണ്ട്, പഞ്ചാബുണ്ട്. ഈ സാമ്പത്തിക വർഷം 45,689 കോടി രൂപ കേരളത്തിന് കടമെടുക്കാം എന്നുള്ളത് കേന്ദ്രത്തിന്റെ കണക്കാണ്. അതിൽ ഏതാണ്ട് 7,437 കോടി രൂപയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതെങ്ങനെയാ ഈ 45,000 കോടി എന്നുള്ള എവിടുന്ന് വരുന്നതാ? നമ്മുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GSDP എന്ന് പറയുന്നത് 11,32,194 കോടിയാണ്. അതിന്റെ 3% എന്ന് പറഞ്ഞാൽ അത് 33,969 കോടിയേ വരുന്നുള്ളൂ. പിന്നെ എവിടുന്നാണ് ഈ 40,000 കോടി എന്നൊക്കെയുള്ള കണക്ക് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്? അത് തന്നെയാണ് ഇതിനകത്ത് വ്യത്യാസമാക്കിയത്. പെട്ടെന്നല്ലേ ഡോക്ടർ മേരി ജോർജ്? അതായത് തൊട്ട് പിന്നിലത്തെ വർഷത്തെ കണക്ക് അടിസ്ഥാനമാക്കി എടുക്കുക എന്നുള്ളതിന് പകരം 3 വർഷത്തെ ശരാശരി എന്ന മാനദണ്ഡം പെട്ടെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ബാധിച്ചൊരു കാര്യമായി മാറിയില്ലേ? അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാ 28 സംസ്ഥാനങ്ങൾക്കും അതേ ബാധകമാണ്. എന്നിട്ട് കേരളം മാത്രം ഇതിനെതിരെ ഞങ്ങളെ അവഗണിക്കുന്നു എന്ന് പറയുന്നതിലാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സുപ്രീം കോടതിയെ പോകാൻ, നമ്മൾക്ക് ന്യായമായി കിട്ടേണ്ടത് എന്ന് സംസ്ഥാനത്തിന് ബോധ്യമുള്ളൊരു കാര്യം സുപ്രീം കോടതിയിൽ പോയി മേടിച്ചെടുക്കാൻ നോക്കുന്ന ഒരു തെറ്റായ കാര്യമല്ലോ. മറ്റു സംസ്ഥാനങ്ങൾ അതിന് ഒരുമ്പിടുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവരുടെ സാമ്പത്തിക സ്ഥിതി അതിനേക്കാൾ ഭദ്രമായിരിക്കാം, നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ അവർക്ക് തൽക്കാലം ഈ പറയുന്ന നിയമവഴിയിൽ പോകാനുള്ള താല്പര്യമുണ്ടായിരിക്കില്ല, അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. കേരളം എന്തായാലും അതിന് ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ബജറ്റ്, സാമ്പത്തിക പ്രശ്നം, അതിനൊക്കെ അപ്പുറത്ത് കടമെടുക്കാനുള്ള പരിധി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒന്നല്ലേ? അത് സർക്കാർ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിച്ചതുപോലെ അത് അടിയന്തരമായി കേൾക്കേണ്ടത് പോലുമില്ല എന്ന നിലപാടെടുക്കുന്നത് എന്തിനായിരിക്കാം? കാരണം അതായത് സുപ്രീം കോടതി ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവഗണിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തെ പ്രത്യേകം പരിഗണിക്കുകയോ ചെയ്യില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ പരിഗണനയാണ് സുപ്രീം കോടതി കൊടുക്കുക. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമായ കേരളം ഞങ്ങൾക്ക് വലിയ അവഗണനയാണ്, ഞങ്ങൾക്ക് എന്താണ് പറയാ ധനപ്രതിസന്ധിയാണ്, പ്രത്യേക പരിഗണന വേണം എന്ന് പറഞ്ഞ് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിക്ക് ഒരു കാരണവശാലും പ്രത്യേക പരിഗണന കൊടുക്കാൻ പറ്റില്ല. ശരി ഡോക്ടർ മേരി ജോർജ്, എന്തായാലും പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ടല്ല കേരളം ചെന്നത്. അടിയന്തരമായി ഹർജി കേൾക്കണം, കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇടക്കാല ഉത്തരവ് വേണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പോകുന്നില്ല എന്നുള്ളത് കേന്ദ്രത്തിന്റെ വാദമാണ്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു ഇടക്കാല തീരുമാനം എടുക്കണമെങ്കിൽ കേന്ദ്രം എഴുതി നൽകേണ്ടതുണ്ട് എന്നതടക്കമുള്ള നിലപാട് കോടതി വ്യക്തമാക്കി.